ഇന്നലെ ഞാൻ സംസാരിച്ച സ്ത്രീയുടെ അവസ്ഥ അതെന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി. നല്ല അന്തസ്സുള്ള കുടുംബം, സ്വന്തമായി വലിയ വീട്, ബിസിനസ്, കാറ് അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ആ വലിയ കുടുംബത്തിന്റെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണെന്ന് സത്യം. കണക്കുകൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വീടിനും ബിസിനസിനും വേണ്ടി വലിയ വലിയ ലോണുകൾ, വരുമാനത്തിന്റെ 70% EMI അടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. എമർജൻസി ഫണ്ടില്ല, മക്കൾക്ക് വേണ്ടി ഒരു എഡ്യൂക്കേഷൻ ഫണ്ട് പോലും റെഡിയാക്കിയിട്ടില്ല. 4 പേരടങ്ങുന്ന കുടുംബത്തിന് ആകെ ഉള്ളത് പേരിന് മാത്രമുള്ള ഒരു ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും. ഏറ്റവും സങ്കടകരമായ കാര്യം ഇതൊന്നുമല്ല. ഇവരുടെ ഈ ബാധ്യതകൾ തീർക്കാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ആശ്രയിക്കുന്നത് ഇവരുടെ പ്രായമായ മാതാപിതാക്കളെയാണ്. അവരുടെ പെൻഷൻ, അവരുടെ സമ്പാദ്യം ഇതെല്ലാം ഈ മകളുടെ ജീവിതത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടേത് ഒരു സാമ്പത്തിക ജീവിതമല്ല, ഇതൊരു ടൈം ബോംബാണ്. നിങ്ങൾ റെഡ് സോണിലാണ് നിൽക്കുന്നത്. ലക്ഷങ്ങളുടെ ലോണും പേരിന് അലമാരിയിൽ കുറച്ച് FDയും. എവിടെയാണ് ഇവർക്ക് തെറ്റുപറ്റിയത്? ആ മാതാപിതാക്കളുടെ ഭാവി പോലും ഇവർ തകർക്കുകയല്ലേ? ആ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്തുകൊണ്ട് റെഡ് സോൺ ആയി? പ്രധാനമായും 3 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, അവരുടെ കയ്യിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഒരുവിധം നല്ല തുകയാണ്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റോ 6% അല്ലെങ്കിൽ 7%. അതേസമയം അവർ ബിസിനസ് ലോണിനും വീടിന്റെ ലോണിനും ഒക്കെ അടയ്ക്കുന്നത് 12 മുതൽ 14% വരെ പലിശയാണ്. ലാഭം കുറഞ്ഞ FD നിലനിർത്തിക്കൊണ്ട് പലിശ കൂടിയ ലോണുകൾ തുടർന്നു കൊണ്ടുപോകുന്നത് വലിയ അപകടമാണ്. ആ FD ഉപയോഗിച്ച് ആ കടങ്ങൾ കുറച്ച് വീട്ടണമായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കേണ്ട സമയത്ത് മാതാപിതാക്കളുടെ സമ്പാദ്യം കൂടി എടുത്ത് ഉപയോഗിക്കുന്നത് അതിലും വലിയ മണ്ടത്തരം. ആ മാതാപിതാക്കൾക്ക് അവരുടെ വയസ്സുകാലത്ത് സ്വസ്ഥമായി കഴിയേണ്ടി വരുന്ന പണമാണ് ഇപ്പോൾ ഊറ്റിയെടുക്കുന്നത്. അവർക്ക് നാളെ ഒരു അത്യാവശ്യം വന്നാൽ എന്തു ചെയ്യും? മൂന്നാമത്തെ കാര്യം, കയ്യിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒട്ടും മതിയായതല്ല. നാളെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നു പോയാൽ ഈ അസുഖത്തിനെ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിനെ എല്ലാം കവർ ചെയ്യണമെങ്കിൽ അവർക്ക് ആ വീട് തന്നെ വിൽക്കേണ്ടി വന്നേക്കാം. അവർ വിചാരിക്കുന്നത് അവർ സേഫ് ആണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ മാതാപിതാക്കളുടെ ശവപ്പറമ്പിലാണ് വീട് വെക്കുന്നത്. ഈ റെഡ് സോണിൽ നിന്ന് അവർക്ക് എങ്ങനെ പുറത്തു കടക്കാം? അതിന് 3 കാര്യങ്ങൾ ചെയ്തേ മതിയാവും. ആ കുടുംബത്തെ രക്ഷിക്കാൻ ഉടനടി ചെയ്യേണ്ട ഫിനാൻഷ്യൽ സർജറി എന്താണെന്ന് നോക്കാം. ഒന്ന്, സെന്റിമെന്റിൽ നോക്കാതെ ആ FD എല്ലാം പിൻവലിച്ച് പലിശ കൂടിയ ലോൺ ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക. EMI കുറഞ്ഞാൽ തന്നെ പകുതി ശ്വാസം നേരെയാകും. രണ്ടാമത്തത്, ഇതൊരു കടുപ്പമുള്ള തീരുമാനമാണ്. പക്ഷേ അത് ചെയ്തേ മതിയാവും. മാതാപിതാക്കളുടെ സമ്പാദ്യം അത് അവർക്ക് തന്നെ കൊടുക്കുക. അവരെ അവരുടെ പാട്ടിന് വിടുക. അവരുടെ ജീവിതമെങ്കിലും അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. ഈ കുടുംബത്തിന്റെ ചിലവുകൾ ചുരുക്കി ഉള്ള വരുമാനത്തിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തത്, നിലവിലുള്ള ഫ്ലോട്ടർ ഇൻഷുറൻസ് മിനിമം ഒരു 10 ലക്ഷത്തിലേക്കെങ്കിലും പുതുക്കുക. അതേസമയം തന്നെ ഒരു ടോപ്പപ്പ് പ്ലാനും എടുക്കുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സഹായിക്കും. ലോൺ അടച്ചു തീർക്കുമ്പോൾ അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്ന തുക കൊണ്ട് അവർക്ക് 3-4 മാസം പിടിച്ചു നിൽക്കാനും സാധിക്കും. കടം തീർത്ത് തലയുയർത്തി അന്തസ്സായിട്ട് ജീവിക്കുക. നിങ്ങളുടെ എല്ലാം ഫിനാൻഷ്യൽ ഹെൽത്ത് ഏത് സോണിലാണ് നിൽക്കുന്നത് അറിയണമെന്നുണ്ടോ? എനിക്ക് മെസ്സേജ് ചെയ്യുക.